1986 കാളപ്പോരിൻ്റെ നാടായ സെവിയയിൽ ഒരു പയ്യൻ ജനിക്കുന്നു. കാളപ്പോരിനോട് ഒരുപാട് ഇഷ്ടമുള്ള പയ്യൻ. അതെ, ചെറുപ്പത്തിൽ തന്നെ തന്നേക്കാൾ ശക്തനായ, തന്നേക്കാൾ വലിപ്പമുള്ള എതിരാളികളെ നേരിടാൻ പഠിച്ചവൻ. നിങ്ങൾ കരുതിയോ ഞാൻ പറയുന്നത് നായകനെക്കുറിച്ചാണെന്ന്? ഒരിക്കലുമല്ല. ഇതുവരെ കേട്ടത് നായകന്മാരെ കുറിച്ചാണെങ്കിൽ ഇനി ഞാൻ പറയുന്നത് നായകന്മാർക്ക് പോലും പേടിയുള്ള വില്ലനെ കുറിച്ചാണ്. അസുര വില്ലൻ സെർജിയോ റാമോസ് ഗാർഷിയ. അങ്ങനെ വളരെ ചെറുപ്പത്തിൽ തന്നെ FC കാമാസിൽ ചേരുന്നു. അവിടുത്തെ മിന്നും പ്രകടനം സെവിയയിലെത്തിക്കുന്നു. സെവിയയിലെ മിന്നും പ്രകടനം ലോകത്തിലെ ഏറ്റവും വലിയ ഫുട്ബോൾ കൊട്ടാരമായ, ലോകത്തിൽ എതിരാളികൾ കയറിച്ചെല്ലാൻ ഭയക്കുന്ന, ഇനി അഥവാ കയറിയാൽ കശാപ്പ് ചെയ്യുന്ന സാന്റിയാഗോ ബെർണാബുവിലോട്ട് അവൻ ചേക്കേറുന്നു. ഒരുപക്ഷെ നിങ്ങൾ അവൻ്റെ ആരാധകരായിരിക്കില്ല, പക്ഷെ ഒരു കാര്യം ഉറപ്പാണ്, നിങ്ങൾ അവൻ്റെ കളി കാണുമ്പോൾ നിങ്ങളുടെ ഹൃദയമിടിപ്പ് കൂടുന്നുണ്ടെങ്കിൽ അത് മാത്രം മനസ്സിലാക്കിയാൽ മതി അവൻ്റെ റേഞ്ച് മനസ്സിലാക്കാൻ. ഗോൾ അടിക്കാനും തടുക്കാനും കഴിയുന്ന പ്രത്യേകതരം ഡിഫൻഡർമാരെ ജന്മം കൊള്ളാറുള്ളൂ. അതിൽപ്പെട്ട ഒരുവനാണ് റാമോസ്. വരുന്നവൻ ഏത് രാജ്യത്തു നിന്നുമാവട്ടെ, ഏത് ക്ലബിൽ നിന്നുമാവട്ടെ, ഏത് കൊലക്കൊമ്പനുമാവട്ടെ, റാമോസിനെ മറികടന്ന് പന്തുമായി പോകുക തന്നെ സ്വപ്നമാണ്. അഥവാ അങ്ങനെ പോയി കഴിഞ്ഞാൽ പോലും എതിരാളിയുടെ മനസ്സിലൊരു ഭയമുണ്ടാകും, പിന്നിൽ നിന്ന് അവൻ വരുന്നുണ്ടോ എന്ന്. അവൻ ബാക്കിലുണ്ടെങ്കിൽ അത് ഞങ്ങൾക്ക് കോൺഫിഡൻസ് ആണ്, അത് ഞങ്ങൾക്ക് അഹങ്കാരം തന്നെയാണ്. തൻ്റെ പ്രജകൾക്ക് കൊടുത്ത വാക്ക് രക്ഷിക്കാൻ വേണ്ടി മരിക്കാനും തയ്യാറായിട്ടുള്ള റിയൽ മാഡ്രിഡിൻ്റെ പ്രതിരോധ ഭടൻ. ഗോൾ സ്കോറർമാരുടെ ലിസ്റ്റിൽ നിങ്ങൾ ഡിഫൻഡർമാരെ കണ്ടിട്ടുണ്ടോ? ഇല്ലെങ്കിൽ അവൻ്റെ പേരുണ്ടാകും അവിടെ. പെനാൾട്ടി എടുക്കാൻ മുന്നേറ്റ നിരക്കാരുടെ കാലുകൾ വിറക്കുന്ന കാലത്ത് പെനാൾട്ടി എടുക്കാൻ ഒരു പ്രതിരോധ ഭടൻ മുന്നോട്ട് വരുന്നുണ്ടെങ്കിൽ അവൻ്റെ പേര് സെർജിയോ റാമോസ് എന്നാണ്. ഇന്ന് സെനദീൻ സിദാൻ്റെ അസ്ത്രങ്ങളിലെ ഏറ്റവും വലിയ അസ്ത്രം. റിയൽ മാഡ്രിഡിന് ഒരു കോർണർ കിട്ടിയാൽ എന്തിനാണ് നിങ്ങൾ പേടിക്കുന്നത്? അവൻ പ്രതിരോധത്തിൽ നിന്ന് ബോക്സിലേക്ക് വരുന്നുണ്ടോ? അവൻ വരുന്നത് കാണുമ്പോൾ നിങ്ങളെ ഹൃദയമിടിപ്പ് കൂടുന്നുണ്ടോ? റാമോസ് ബോക്സിലെത്തിയാൽ എതിരാളികൾ ചുറ്റും കൂടും. കാരണം എതിരാളികൾക്കറിയാം അവനെ വിട്ടുകഴിഞ്ഞാൽ അവൻ പ്രഹരിക്കും. പ്രഹരിച്ചാൽ അത് താങ്ങാനുള്ള ശേഷി ഇന്ന് ലോക ഫുട്ബോളിൽ ഒരു ഗോൾ കീപ്പർമാർക്കുമില്ല എന്ന് വ്യക്തമായ ധാരണ ഓരോ എതിരാളികൾക്കുമുണ്ട്. റാമോസിനെ കുറിച്ച് വല്ല സംശയവുമുണ്ടെങ്കിൽ നിങ്ങൾ അത്ലറ്റിക്കോ മാഡ്രിഡിനോടൊന്ന് ചോദിച്ചു നോക്കുക. ആരും മറന്നു കാണില്ല ആ 92-ാം മിനിറ്റിലെ ഹെഡർ ഗോൾ. തിരിഞ്ഞോടി ശീലമില്ലാത്തവനോട് യുദ്ധം ചെയ്യാൻ നിൽക്കരുത്, ജയിക്കാനാവില്ല. നായകന്മാരെ ഇഷ്ടപ്പെടാൻ 1000 കാരണങ്ങളുണ്ടാകും. എന്നാൽ ഒരു വില്ലനെ ഇഷ്ടപ്പെടണമെങ്കിൽ ഒരേ ഒരു കാരണമേയുള്ളൂ. അവസാനം വരെ ആരുടെ മുന്നിലും കീഴടങ്ങാത്ത അവൻ്റെ ചങ്കൂറ്റം. ദ കിങ് ഓഫ് റിയൽ മാഡ്രിഡ്, സെർജിയോ റാമോസ് ഗാർഷിയ.